ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ രുചികരമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പഴയകാല നാടൻ പലഹാരമാണ് അവൽ വിളയിച്ചത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം പൊട്ടുകടലയും കാഷ്യൂസും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും ബാക്കി വന്ന നെയ്യിലോട്ട് നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചതിൻ്റെ കൂടെ എടുത്തു വെക്കാം. അപ്പം എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചെടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടുതലായാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടി പിടിച്ചു പോവാതെ നോക്കണം, ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ശർക്കരപ്പാനി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവില് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് അവില് പൊതിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് വൈകിട്ടത്തെ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇപ്പം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ടാട്ടോ എനിക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റാത്തത്. നന്നായിട്ട് എല്ലായിടത്തും മിക്സായി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൈകിട്ടത്തെ ചായക്ക് മാത്രമല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ആർമിയിലായതുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഞാനിത് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നന്നായി തണുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒരു സിപ്പ് ലോക്ക് കവറിലോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധിക ദിവസം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.